എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ മതി. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തലയിട്ട് വെറുതെ കാര്യം വഷളാക്കരുത്. ഈ വീട്ടിൽ മുതിർന്ന ഒരാളായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും ഓർത്തോളൂ. സോറി ചേച്ചി. സോറി അമ്മ. ഇവന്റെ കോട്ട കഴിഞ്ഞു. ഇനി പോയി അവളുടെ കോട്ട നോക്കാം. ആര്? ഭാവന ഏട്ടത്തിയോ? അല്ലടി, മുത്തശ്ശിയുടെ പുന്നാറ് ചെറുമോളില്ലേ, കാവ്യ. അവളുടെ കഥയൊന്ന് കേൾക്കാം, വാ. അയ്യോ, നിന്നെ എങ്ങനെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടാണ് കാവ്യേ. അതെ അതെ, നിനക്ക് വന്ന ഈ കഷ്ടം വേറെ ആർക്കും വരാൻ പാടില്ല. ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ പാതി വിശക്കുന്ന വയറോടെ എപ്പോ നോക്കിയാലും പഠിച്ചോണ്ട് ആ ഹോസ്റ്റലിൽ നീ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ ഉറങ്ങി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാ നീ വീട്ടിലേക്ക് വന്ന. അവസാനം വീടിനേക്കാളും ഹോസ്റ്റലാ ബെറ്റർ എന്ന രീതിയിലായി തീർന്നു. അതെ ചെറിയമ്മേ, കറക്റ്റാ പറഞ്ഞത്. ഇതിനെല്ലാത്തിനും കാരണക്കാരി ആ വസുവാണ് കാവ്യേ. ദേ നോക്ക്, നീ വന്ന അന്നു മുതൽ ഒരു രണ്ടാനമ്മയെ പോലെ നിന്നെ വെറുപ്പിച്ചോണ്ടിരിക്കുക, നിന്നെ കൊന്നോണ്ടിരിക്കുക. ഈ വീട്ടിലെ വലിയവരെന്ന രീതിയിൽ അവര് നിന്നോട് അധികാരം കാണിക്കാൻ നോക്കുക. അവര് നിന്നോട് കമാൻഡ് ചെയ്യുന്നതാ. നിന്റെ ഫ്രീഡം എല്ലാം ഇല്ലാതാക്കുക. അതെ, എല്ലാം അവര് കാരണം. അവരെന്തിനോ എന്നോട് പ്രതികാരം തീർക്കുക. നിന്റെ മുത്തശ്ശിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമല്ലേ? നിന്റെ മുത്തശ്ശിയെ വസുവിന് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവരോടുള്ള ദേഷ്യം മുഴുവൻ നിന്നോട് തീർക്കുന്നേ. നിന്റെ മുത്തശ്ശി അവർക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നിന്നോട് പറയുന്നതാ. നിന്റെ മുത്തശ്ശിയോടുള്ള ദേഷ്യം നിന്നോട് കാണിക്കുന്നതാ. അതെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കുറച്ചു നേരം മുമ്പേ തെറ്റ് ചെയ്തത് ആ ഉണ്ണിയല്ലേ, പക്ഷെ കിട്ടിയത് നിനക്കാ. അവളുടെ മോൻ നല്ലവനാണെന്നും നീ മോശക്കാരിയാണെന്നുള്ള ഒരു സീൻ അവൾ ഉണ്ടാക്കിയില്ലേ? അത് മാത്രോ? അവര് വഴക്ക് പറഞ്ഞത് പോരാഞ്ഞിട്ട് നിന്റെ അമ്മയെ കൊണ്ട് നിന്നെ വഴക്ക് പറയിച്ചു. അവര് വഴക്ക് പറഞ്ഞതിനേക്കാളും നിന്റെ അമ്മ വഴക്ക് പറഞ്ഞതിനാ ഞങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നുന്ന കാവ്യ. ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മോളോട് എങ്ങനെ പെരുമാറോ? എല്ലാം ആ വസുവിന്റെ ഇടപെടല. വാസു എന്താണോ പറയുന്നത് ഭാവന അതുപോലെ അനുസരിക്കും. ശരിയാ, എന്റെ അമ്മയെ അവര് നന്നായി സ്വാധീനിച്ചു വെച്ചിരിക്കുക. അതാ ഞാൻ പറയുന്നത് കാവ്യ, നിന്റെ അമ്മയ്ക്കും വസുവേട്ടത്തിക്കും ഇടയിൽ വഴക്കുണ്ടാക്കിയാ അതിനുശേഷം നിന്റെ അമ്മ നീ പറയുന്നത് കേൾക്കൂ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാം. അതെ അതെ, നിന്റെ അമ്മയെ ചെറിയമ്മയെ ഒന്നായിരിക്കുന്നിടത്തോളം കാലം നീ ഇങ്ങനെ കഷ്ടപ്പെട്ടോണ്ടേയിരിക്കും. ഇനി അവരെ തമ്മിൽ അകറ്റാൻ പറ്റിയ നിനക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം.
അവരെ എങ്ങനെയാണ് പിരിക്കേണ്ടതെന്നാണോ ആലോചിക്കുന്നേ? ആ, നീ നന്നായിട്ട് ആലോചിക്ക്. എന്തെങ്കിലും ഒരു നല്ല പ്ലാൻ കിട്ടുമ്പോ ഞങ്ങളെ അറിയിക്ക്. 3 പേരും ചേർന്ന് നടപ്പിലാക്കാം. ഓക്കെ ചെറിയമ്മേ, ഇനി ഞാൻ ആദ്യം അതായിരിക്കും ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ് കാവ്യേ. നന്നായി ആലോചിച്ച് നല്ല പ്ലാൻ ഉണ്ടാക്ക്. ചുരുക്കി പറഞ്ഞാ ഇവളിപ്പൊ നമ്മുടെ കക്ഷി ചേർന്നു എന്ന് തോന്നുന്നു. ഇനി ആ വസുവിന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോവാ. എന്നുവെച്ചാ കാവ്യ ഭാവനയെടുത്തിയും വസുവേട്ടെത്തിയും ഉറപ്പായിട്ട് പിരിക്കൂന്നാണോ പറയുന്നത് ആന്റി? ഉറപ്പായിട്ട് അവൾ അവരെ തമ്മിൽ തെറ്റിക്കും. അവള് വിചാരിച്ച ഒരു കാര്യം ഇതുവരെ നടത്താതിരുന്നിട്ടില്ല. ശരി ശരി, വാ വാ പോവാം. അമ്മേ എന്ത് പറ്റി ആന്റി? അമ്മേ, എന്താന്നറിയില്ല മോളെ, പെട്ടെന്ന് എന്റെ കാൽമുട്ടിന് വല്ലാത്തൊരു വേദന. അമ്മേ, ഇപ്പോഴൊക്കെ ആന്റിയുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ആ വെയിറ്റ് എല്ലാം താങ്ങുന്നത് ഈ മുട്ടുകാലല്ലേ, അതുകൊണ്ട് മുട്ട് വേദനിക്കുന്നേ. അങ്ങനെയാണോ? അപ്പൊ എന്റെ വെയിറ്റ് കുറഞ്ഞ കാലിന്റെ വേദനയൊക്കെ മാറുവോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ മോളെ. ഞാൻ എന്ത് പറയാനാ, ഇപ്പൊ തന്നെ എന്റെ ഗ്ലാമറും കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് തന്നെ എനിക്കറിയില്ല. ഒരു കുഴപ്പമില്ലല്ലോ, നിനക്ക് എന്താടി പ്രശ്നം? അമ്മേ, വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന എന്റെ സൗന്ദര്യം എനിക്കിപ്പോ ഇല്ല ആന്റി. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓ, ഒരു കാലത്ത് നിങ്ങൾ സുന്ദരിയായിരുന്നല്ലേ പറയുന്നേ? പണ്ട് മാത്രമല്ല, ഞാൻ ഇപ്പോഴും സുന്ദരി തന്നെയാ. ഇത് നോക്ക്, ഞാനൊന്ന് ആലോചിച്ചിട്ട് നിനക്കൊരു നല്ല ഐഡിയ പറഞ്ഞുതരാം. നീ എന്റെ മുട്ടുവേദന മാറാനായിട്ട് നന്നായി ആലോചിച്ചിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരണം കേട്ടോ. ചെല്ല്. നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ പറഞ്ഞുതരാം. ഇളയമ്മയുടെ മുട്ടുവേദന കുറയ്ക്കാനും അവളുടെ സൗന്ദര്യം കൂട്ടാനുമുള്ള മരുന്ന് എന്റെ കൈവശമുണ്ട്. അതെ ചേട്ടാ, ചേട്ടന്റെ കാവ്യയുടെ പ്രേമം എവിടം വരെ എത്തി? ഫോണിൽ തുടങ്ങി ഇപ്പൊ വീട് വരെ എത്തി. എന്താ പറഞ്ഞേ? കാവ്യയുടെ വീട്ടിലൊരു ചേട്ടൻ പോയോ? സ്റ്റൈലായിട്ട്. ചേട്ടൻ സൂപ്പർ ആണല്ലോ. കാമുകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അപ്പോ കല്യാണം എന്നാ? എന്തിനാടാ തിരക്കൂട്ടുന്നേ? ഓ, ഓക്കെ ഓക്കെ. ഇപ്പൊ ജോലി കിട്ടാത്തതിന്റെ കാര്യമാണ് ആലോചിക്കുന്നത്. ജാക്ക് പോട്ട് അടിക്കാൻ പോകുന്ന നേരത്ത് ജോബിനെ കുറിച്ച് ആര് ചിന്തിക്കാനാടാ? ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? അതിപ്പോ പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ചേട്ടൻ ഈ പ്രേമത്തിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു? പണക്കാരന്റെ വീട്ടിലെ പെണ്ണ് മരുമകളായിട്ട് വരിക എന്ന് പറഞ്ഞ ഏത് പേരൻസ് ആടാ വേണ്ടാന്ന് വെക്കുന്നേ? അതും ശരിയാണ്. അല്ല, കാവ്യയുടെ വീട്ടിൽ സമ്മതിച്ചായിരുന്നു? ഇല്ല, കുറച്ച് ടൈം എടുക്കും. നല്ല സമയം നോക്കി വീട്ടിൽ പറയാൻ അവള് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. കാവ്യയുടെ വീട്ടിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടല്ലോ. ചേട്ടന്റെയും കാവ്യയുടെയും രജിസ്റ്റർ മാരേജ് നടത്തി തരാം. രജിസ്റ്റർ ഓഫീസിലെ കല്യാണമൊന്നും എനിക്ക് വേണ്ടടാ. കാവ്യ എന്റെ ഭാര്യ ആവണമെന്നും എന്റെ വീട്ടിലെ മരുമകളാവണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അല്ല, ചേട്ടൻ ശരിക്കും കാവ്യ സ്നേഹിക്കുന്നില്ലേ? അത് ആ വീട്ടിലെ മരുമകനാവാനാ. അതിനാ സ്നേഹിച്ചോണ്ടിരിക്കുന്നേ. എനിക്ക് മനസ്സിലാകുന്നില്ല ഏട്ടാ. കാവ്യയെ ഞാൻ പ്രണയിച്ചത് അവള് വലിയ മിസ്സിന്റെ ഒന്നും ആയോണ്ടല്ലടാ. അവളുടെ അച്ഛനും ചെറിയച്ഛനൊക്കെ നന്നായിട്ട് കാശ് സമ്പാദിക്കുന്നുണ്ടാ. അവളെ കല്യാണം കഴിച്ചാ പിന്നെ എനിക്ക് കോടീശ്വരനാവാലോ. എന്താ ഏട്ടാ ഇത്? പെട്ടെന്ന് എങ്ങനെയൊക്കെ പറയുന്നേ? നീ ട്വിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാടാ ഇത്. മാത്രമല്ല, ഈ ജനറേഷനിൽ ആരാടാ സിൻസിയറായിട്ട് ലവ് ചെയ്യുന്നേ? എല്ലാരും സെറ്റിൽമെന്റിന് വേണ്ടി തന്നെയാടാ ചെയ്യുന്നേ. ഞാനും അത് തന്നെയാ ചെയ്തേ. ഇതൊക്കെ തെറ്റല്ലേ? അതെ, ഞാൻ അവളെ യൂസ് ചെയ്തിട്ട് കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവളോടൊപ്പം കുറച്ച് പണവും കൂടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവളെ ഞാൻ എപ്പോൾ ഒഴിവാക്കുമെന്നറിയോ? ഒരുപക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് അവളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഒഴിവാക്കും. അവള് കെട്ടാൻ തയ്യാറായിട്ട് മുന്നിൽ വന്നു നിന്നാ ഉടനെ കെട്ടാനായിട്ട് ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. വേറൊരു ഓപ്ഷൻ കൂടെയുണ്ട്. ഈ കാവ്യേക്കാളും കൂടുതൽ സ്വത്തുള്ള ഒരു പെണ്ണ് എനിക്ക് കിട്ടിയെന്ന് വെച്ചോ, അപ്പോഴും ഞാൻ കാവ്യയെ വിട്ടേക്കാടാ. കൂടുതൽ പൈസ വന്നു കയറുമ്പോ വേണ്ടെന്ന് പറയാൻ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലടാ. ചേട്ടൻ ഇത്ര സെൽഫിഷ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാവ്യ ചതിക്കായിരുന്നല്ലേ? അവളവളുടെ വീട്ടുകാരെ പറ്റിക്കുന്നില്ലേ, ഞാൻ അവളെയും പറ്റിക്കുന്നു, അത്രേ ഉള്ളൂ. നീ കുടിക്കടളയാ.
കാർത്തികേ, കാർത്തികേ, ആ നീ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണോ? നിന്നെ ഞാൻ ഈ വീട് മുഴുവൻ അന്വേഷിച്ചല്ലോ. ഭാവനേട്ടത്തി ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അവക്കൊഴിക്കാലോ, ഇന്നോടെന്തിനോ പറയുന്നേ? അമ്മേ ശരണം, ജഗദമ്പേ ശരണം. ഓംകാര പരമേശ്വരിയുടെ അരുളപ്പാട്. വൈദ്യം നോക്കണോ? വൈദ്യം. വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. വാടി, ആരാ വന്നെന്ന് നോക്കാം. വാ. ആ വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. ഞാൻ വൈദ്യം നോക്കാൻ വന്നതാ അമ്മേ. വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. നിങ്ങൾ എന്തൊക്കെ പറയും? നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ്. ഞങ്ങളുടെ ഭാവി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലേ, നിങ്ങളാണ് പറയുന്നേ. എന്നാൽ നാട്ടുവൈദ്യം ചെയ്തോളൂ നിങ്ങള്. നാട്ടുവൈദ്യമോ? അതേ ഇളയമ്മേ. അതെങ്ങനെയാണ് ശരിയാവുന്നേ? ഞാൻ നിന്റെ അച്ഛന്റെ കൂടെ ജനിച്ചതാണോ, അതോ എന്റെ മോളെ കെട്ടിച്ചെന്നിട്ടുണ്ടോ? പെണ്ണ് തരാനായിട്ട് നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ. അതെ സ്വാമി, അന്ന് എനിക്ക് രണ്ടാം കല്യാണം നടന്നിരുന്നെങ്കിൽ ദാ ഇത് കണ്ടോ, ഇതുപോലൊരു മോൾ എനിക്കുണ്ടായേനെ. എങ്കിൽ എന്റെ അഖിൽമോനെ ഞാൻ കെട്ടിച്ചു കൊടുത്തേനെ. അപ്പൊ ഞാനോ? വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. നടക്കുന്ന കാര്യം വല്ലതും പറയും അമ്മച്ചി. നീ നിന്നേ. തലവേദന, കഴുത്തുവേദന, വയറുവേദന, കാലുവേദന, എന്ത് വേദനയാണെങ്കിലും പറഞ്ഞോളൂ. എല്ലാത്തിനും മരുന്നുണ്ടമ്മേ. ഈ കാൽമുട്ടിന്റെ വേദനയൊക്കെ കുറയോ? എന്തുകൊണ്ട് കുറയില്ല ഇളയമ്മേ? ഞാൻ വന്നത് തന്നെ അതിനു വേണ്ടിയല്ലേ. എന്താ പറഞ്ഞേ? അത് ഒന്നുമില്ല ചേച്ചി. ആർക്ക് വേദന വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ വീട് വീടാന്തരം ഞാൻ പോയി വൈദ്യം ചെയ്യുന്നത്. ഇതാ നോക്ക്, എന്റെ കാൽമുട്ടിന്റെ വേദന കുറയാനുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ. പിന്നെന്താ, തരാല്ലോ ഇളയമ്മേ. വൈദ്യമേ വൈദ്യം. ഈ തൈലം എവിടെ വേദനിക്കുന്നോ അവിടെ പുരട്ടിയാ മതി. വൈദ്യം നോക്കണോ? വൈദ്യം. ഈ പച്ചില മരുന്ന് ഒരു ദിവസം 2 നേരം കുടിക്കണം. കുടിക്കാനാണോ? പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ വൈദ്യരെ? 100% സേഫ്റ്റി, നോ സൈഡ് എഫക്ട്സ്. ഇയാളെന്താ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. ഇംഗ്ലീഷുകാർക്ക് ഞാൻ വൈദ്യം നോക്കിയിട്ടുണ്ട് എന്റെ ചേച്ചി. അങ്ങനെ ഞാൻ ഈ ഭാഷ പഠിച്ചത്. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് വേദനയൊന്നുമില്ലേ? എന്റെ സൗന്ദര്യം വർദ്ധിക്കണം. ഓ, ആഗ്രഹത്തിനൊക്കെ ഒരു പരിധി വേണോടി. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയായിരുന്നു ഞാൻ. ഇവളുടെ സൗന്ദര്യം ഇനിയും വർദ്ധിക്കണമെങ്കിൽ അതിനും മരുന്നൊക്കെ ഉണ്ടാവല്ലോ. അത് അതും തരാം അമ്മേ. ഈ ഔഷധച്ചാറ് 3 നേരം കുടിക്കണം ചേച്ചി. സൗന്ദര്യം താനേ വന്നോളൂ. പിടിക്ക്. ഇത് കുടിക്കുകയാണെങ്കിൽ എന്റെ സൗന്ദര്യം വർദ്ധിക്കുവോ? മിസ്സിസ് കേരള, മിസ്സിസ് തമിഴ്നാട്, ആന്ധ്ര, മിസ്സിസ് ഇന്ത്യ, മിസ്സിസ് വേൾഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാ എന്റെ ചേച്ചി. വളരെ വളരെ നന്ദിയുണ്ട് വൈദ്യരെ. എന്റെ കാൽമുട്ട വേദന വേഗം കുറയല്ലോ അല്ലേ? കുറയുന്നത് മാത്രമല്ല അമ്മേ, PT ഉഷയെ പോലെ ഓടുകയും ചെയ്യും. കർണം മല്ലേശ്വരി പോലെ വെയിറ്റ് എടുക്കും. മിത്താലി രാജിനെ പോലെ ക്രിക്കറ്റ് കളിക്കും. ഇതിന് എത്ര കാശ് തരേണ്ടേ? കാശൊന്നും എനിക്ക് വേണ്ട ചേച്ചി. നിങ്ങളുടെ ആരോഗ്യമാ എന്റെ സൗഭാഗ്യം. വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. അമ്മ ജഗദീശ്വരിയെ ശരണം. വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. അഖിലാണ്ട പരമേശ്വരിയുടെ അനുഗ്രഹം. വൈദ്യം നോക്കാനുണ്ടോ? വൈദ്യം. വൈദ്യം നോക്കണോ? വൈദ്യം. എത്ര നല്ല വൈദ്യനെ നോക്കിയേ. 5 പൈസ പോലും വാങ്ങാതെ ഇതെല്ലാം തന്നത്. നീ സുന്ദരിയായിക്കോ, ഞാൻ എന്റെ കാൽമുട്ട് വേദന കുറയ്ക്കട്ടെ. വന്നേ വാ. മോളെ, ആ വൈദ്യര് നല്ല ആളാണെന്ന് തോന്നുന്നു. പൈസ വാങ്ങിക്കാതല്ലേ ഈ മരുന്നെല്ലാം തന്നത്. സോഷ്യൽ സർവീസ് ചെയ്യുവാണെന്നാ തോന്നുന്നേ ആന്റി. അങ്ങനെയുള്ളവർ കാട്ടിലും കുറച്ച് വേണം, നാട്ടിലും കുറച്ച് വേണം. ഉടനെ തന്നെ ഈ പച്ചില മരുന്ന് കുടിച്ചേക്കാം.
എന്റെ സൗന്ദര്യം കൂടും, നിങ്ങളുടെ മുട്ടുവേദനയും മാറും. അതെ അതെ, ഇത്തരം കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നാ. ഇതാ നോക്ക്, നിന്റെ അമ്മായി പോലും ഇടയ്ക്കിടയ്ക്ക് കാലുവേദന എന്ന് പറഞ്ഞോണ്ടിരിക്കുക. വസുവും ഭാവനയും പോലും സൗന്ദര്യം കൂട്ടാൻ എന്തൊക്കെയോ ചെയ്യുന്നു. ഇതാ നോക്ക്, ഈ പച്ചില മരുന്നിനെ പറ്റി അറിഞ്ഞാ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയും. അതെ ആന്റി, പിന്നെ നമുക്ക് ഒരു തുള്ളി പോലും കുടിക്കാൻ കിട്ടില്ല. ഇത് മുഴുവനും നമുക്ക് കുടിക്കാം. എളമേ, കാർത്തികേ, എന്താ ഇത്? എന്താ ഈ കുടിക്കുന്നത്? ഞങ്ങൾ എന്ത് കുടിച്ചാലും നിനക്കെന്താ? അതല്ല എളമേ, എന്തിനാ കുടിക്കുന്നെന്ന് ചോദിച്ചേ. എന്തിനായാലും നിങ്ങൾക്ക് എന്താ എടുത്തി? കാണുന്നതെല്ലാം വാങ്ങി കുടിക്കാൻ നിക്കല്ലേ കാർത്തിക. നിന്റെ അറിവുകളൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. ഇതൊക്കെ കാവ്യോടും ഉണ്ണിയോടൊക്കെ പോയിട്ട് പറഞ്ഞാ മതി. ഞാൻ പറയുന്നത് കേൾക്ക് കാർത്തിക. ഏട്ടത്തി പോയി ഏട്ടത്തിയുടെ ജോലി നോക്കൂ. അവള് പോയല്ലോ, കുടിച്ചോ. നിങ്ങൾക്ക് എന്ത് അഹങ്കാരമാ? കുറച്ചു നേരം കഴിയട്ടെ, ആ മരുന്ന് കുടിക്കുമ്പോ നിങ്ങളുടെ അഹങ്കാരം എല്ലാം ഇറങ്ങിക്കോളും. ആന്റി, എന്റെ സൗന്ദര്യം കുറച്ചെങ്കിലും കൂടിയോ? നിന്റെ സൗന്ദര്യം കൂടിയില്ല, എന്റെ മുട്ടുവേദനയും കുറഞ്ഞില്ല. ഈ മരുന്ന് ലേറ്റ് ആയിട്ട് അഫക്ട് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ഇല്ല മോളെ, ഉടനെ വർക്ക് ചെയ്യൂന്നേ, കുറച്ചൊന്ന് ക്ഷമിക്ക്. എന്താടി നിനക്ക് ദേഹം മുഴുവൻ ചൊറിയുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? തോന്നൽ മാത്രല്ല, മുഴുവൻ ചൊറിയ. എനിക്ക് അങ്ങനെ തന്നെ ആന്റി. എന്റെ മുതുകൊന്ന് ചൊറിഞ്ഞതാ. ഒന്ന് പോവാ ആന്റി, എന്റെ മുതുകപ്പോ ആര് ചൊറിയും? അയ്യോ അയ്യോ, വല്ലാതെ